കുട്ടികൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. കമ്പാരിസൺ എന്ന് പറഞ്ഞത് നമ്മൾ കമ്പയർ ചെയ്യുന്ന മറ്റൊരാളെ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടീനോട് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടീനോട് ശ്രമിക്കാൻ പറയുന്നത്. ഒരാൾക്ക് ഒരിക്കലും മറ്റൊരാളെ പോലെ ആവാൻ കഴിയില്ല. യുണീക്കാണല്ലോ. യുണീക്കാണ്. ഒരിക്കലും ഒരാൾക്ക് മറ്റൊരാളെ പോലെ ആവാൻ കഴിയില്ല. അവനെപ്പോലെ ആവും എന്ന് പറയുമ്പം അവനെപ്പോലെ ആവൂല, ഞാൻ എന്നെപ്പോലെ ആവാത്ത സിറ്റുവേഷനാണ് ഉണ്ടാവുക. എനിക്ക് എൻ്റെ സ്കിൽസ് എന്താണോ, എൻ്റെ പൊട്ടൻഷ്യൽ എന്താണോ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കണം വേണ്ടത്. അല്ലാണ്ട് എന്നോട് അവനെപ്പോലെ ആവാൻ പക്ഷേ ഇതൊരു പക്ഷേ ഒരു സിബ്ലിങ്സിൻ്റെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റിന് വരെ ഇതൊരു റീസൺസ് ആവാറുണ്ട്. പലപ്പോഴും ചേട്ടനെ കണ്ടുപഠിക്കുക, അല്ലെങ്കിൽ ചേച്ചീനെ കണ്ടുപഠിക്കുക, അല്ലെങ്കിൽ അനിയനെ കണ്ടുപഠിക്കുക എന്നുള്ള ഈ ടോക്ക് വരുമ്പം അത് സ്വാഭാവികമായിട്ടും ചേട്ടനോടും ചേച്ചിനോടും അല്ലെങ്കിൽ അനിയത്തിനോട് ആ ഒരു ദേഷ്യം വരാനും ആ സിബ്ലിംഗ് റൈവൽറി കൂട്ടാനും അത് കാരണമായേക്കാം. പാരൻസ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഇന്റൻഷൻ ഈസ് ലൈക്ക് എല്ലാ മക്കളും നന്നാവണം, മിടുക്കരാവണം എന്നുള്ള ഇന്റൻഷനോട് കൂടി തന്നെയാണ് ഇത് പറയുന്നത്. പക്ഷേ അതിനുണ്ടാവുന്ന സൈഡ് എഫക്ട്സ് എന്താണ്, അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാവുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അവർ അവെയർ അല്ല. നമ്മൾ അവനെപ്പോലെ ആവാൻ പറയുമ്പം ഞാൻ എന്നെപ്പോലെ ആവുന്നില്ല, അവനെപ്പോലെ ആവുന്നില്ല, ആ ഒരു കണ്ടീഷനിലായിപ്പോൾ നമുക്ക് എന്താണോ സ്കിൽസ് ഉള്ളത്, നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഉള്ളത്, ആ സ്കില്ലും പൊട്ടൻഷ്യലും മനസ്സിലാക്കിയിട്ട് അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ് വേണ്ടത്. അതല്ലാണ്ട് എൻ്റെ സഹോദരങ്ങളെ പോലെ എനിക്കാവാൻ കഴിയില്ല. അവർക്കുള്ള പല കഴിവുകളും എനിക്കില്ല, എനിക്കില്ലാത്ത പല കഴിവുകളും അവർക്കുണ്ട് താനും.